ഇനിയിപ്പോ യൂസ് ചെയ്യാൻ അറിയണ്ടാണോന്ന് അറിയില്ല. ലാസ്റ്റ് എന്റെ കഷ്ടകാലത്ത് ഞാൻ വാങ്ങിച്ച കേട്ടോ അത്. ഓൺ ചെയ്ത് നോക്കിയപ്പോ തന്നെ ഇടക്കിടക്ക് ഓഫ് ആവുന്നു. ഞാനിപ്പോ ഇതാ നമ്മുടെ ഐസെഡിന്റെ ഗിംബൽ. ഇതാ നമ്മുടെ ഐസെഡിന്റെ ഗിംബല്. കൊറേ സെർച്ച് ചെയ്ത് ലാസ്റ്റ് എന്റെ കഷ്ടകാലത്ത് ഞാൻ വാങ്ങിച്ച കേട്ടോ അത്. ഇതിനകത്ത് തന്നെ പ്രത്യേകിച്ച് തുറന്നോക്കൊന്നുമില്ല. ഒരു ഗിംബൽ, അതുപോലെ ട്രൈപോഡും 2 പേപ്പറും ഒരു പൗച്ചും ഉണ്ട്. ഞാൻ ഇപ്പൊ ഗിംബൽ ഒന്ന് എടുത്ത് കാണിച്ചു തരാം. അപ്പൊ ഇതാണ് നമ്മുടെ സാധനം. ഇതൊരു പൗച്ചാണ്. ചാർജിങ് വയറാണ്. അപ്പൊ ഇതാണ് ഞങ്ങൾ 7000 രൂപ കൊടുത്ത് വാങ്ങിച്ചൊരു തട്ടിക്കോട്ട് ഡിംബൽ തന്നെ പറയാം. ഞങ്ങൾക്ക് ഇതെന്താ വെച്ചാൽ ഓൺ ചെയ്ത് നോക്കിയപ്പോ തന്നെ ഇടക്കിടക്ക് ഓഫ് ആവുന്നുണ്ട്. ഫുൾ ചാർജ് ചെയ്തിട്ടും ഓഫ് ആയിക്കൊണ്ടേ ഇരിക്കണം. ഇതാണ് അപ്പൊ അതിന്റെ വന്ന ട്രൈപോഡ്. ഇത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പൊ ഇതാണ് നമ്മുടെ ഗിംബല്. ഇങ്ങനെയാണ് ക്യാമറ ആക്ച്വലി വെക്കുന്നത്. പക്ഷെ ഞങ്ങൾക്ക് വെക്കുന്നൊക്കെ അത് എങ്ങനെയാ നിൽക്കുന്നതെന്ന് അറിയില്ല. ചാർജിങ് ചെയ്തിട്ടും കറക്റ്റ് ആയിട്ടൊന്നും വർക്ക് ആയില്ല. ഗിംബൽ ഓൺ ചെയ്തിട്ട് നമ്മൾ ഫോണൊക്കെ വെച്ച് നോക്കിയപ്പോഴും ഒന്നും പ്രത്യേകിച്ചൊന്നും ആയില്ല. കാരണം ഇതിൽ ഓൾറെഡി റൊട്ടേറ്റ് ചെയ്തിട്ട് ഓരോ ഡയറക്ഷനിലാണ് പോകുന്നത്. ബട്ടൺസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിന് ഒത്തിരി മോഡ്സ് ഒക്കെ ഉണ്ട്, ഡിഫറെന്റ് മോഡ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ എന്താ വെച്ചാൽ ഫസ്റ്റ് ടൈം ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നൊക്കെ അടിപൊളി വർക്ക് ചെയ്യും. ഒരു 2 മിനിറ്റ് കഴിഞ്ഞാൽ അതതിന് തോന്നിയ പോലെ റൊട്ടേറ്റ് ചെയ്യാണ്. നമ്മൾ വെച്ച ഡയറക്ഷനിലൊന്നുമല്ല പോകുന്നത്. എൻ്റെ ഇഷ്ടത്തിന് പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഗിംബൽ വാങ്ങുന്നതിനൊക്കെ ഈ നെയിം ഒന്ന് ഓർത്ത് വയ്ക്കണം, നല്ലതായിരിക്കും. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ പ്രൊഡക്റ്റിന്റെ ഇതുകൊണ്ടാണോ എന്നറിയില്ല വർക്ക് ആവാത്തത്. ഞങ്ങൾക്ക് 6000 റേഞ്ചിന് വാങ്ങിച്ചിട്ട് അത്യാവശ്യം ഒരു ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് നമുക്ക് ഇത്ര ഒരു സങ്കടവും ദേഷ്യമൊക്കെ വരുന്നത്. ഇത്ര റേഞ്ചിൽ മേടിച്ചിട്ടൊന്നും വർക്കായില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ. അപ്പോൾ തനി കൂത്ര ഡിംബലാണ്. 6000 രൂപയും പോയി റീഫണ്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാവരും ഡിംബലൊക്കെ വാങ്ങുന്നതിന് കുറച്ചും കൂടെ പൈസയൊക്കെ സേവ് ചെയ്ത് കുറച്ചും കൂടെ നല്ല ബ്രാൻഡ് വാങ്ങുന്നേക്കും. ഈ പ്രൊഡക്റ്റിന്റെ മിസ്റ്റേക്ക് ആണോ എന്നും അറിയത്തില്ല കേട്ടോ. അപ്പൊ ഇത്രയൊക്കെയല്ലോ. ഇതെന്തായാലും ഞാൻ തിരിച്ചയക്കാൻ പോകണം, വേറെ വഴിയില്ല. ഇതുകൊണ്ട് പ്രത്യേകിച്ച് യൂസ് ഒന്നുമില്ല. അപ്പൊ ഓക്കെ, ബൈ.